കഴിഞ്ഞ മുന്നത്താഴ്ച അമ്മയുടെ അമ്മാവ് മരിച്ചു. അപ്പൊ ഇന്ന് അടിയന്തരാണ്. അപ്പൊ നമ്മള് രാവിലെ തന്നെ അങ്ങോട്ടാണ് പോണം. ഞാൻ അമ്മയുണ്ട്, അമ്മയുടെ അമ്മാവനല്ലേ, പോവാണ്ടെന്ന മോശല്ലേ. ചാലക്കുടി ചെന്ന പിന്നെ കാലിക്കട്ട് ബനാന ചിപ്സ് കയറിയിട്ടാ. എന്റെ അനീറ്റിക്ക് ഇവിടുത്തെ ചിപ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അനീറ്റി വരുന്നതാണ് ഇന്ന്. അപ്പൊ അവൾക്ക് വേണ്ടി മേടിക്കാൻ കയറിയതാണ്. എന്നിട്ട് ചാലക്കുടിന്ന് നമ്മൾ അങ്കമാലിക്ക് ബസ് കയറിയിട്ടാ. വണ്ടിമ്മ പോണത് ഭയങ്കര റിസ്ക് ആണ്, മഴയൊക്കെ എങ്ങനെ പോവാനാണ്. എന്നിട്ട് നമ്മൾ അങ്കമാലി വന്നിറങ്ങി. മഞ്ഞപ്പറക്കാണ് പോണ്ടത്. അങ്കമാലി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടൻ കൊണ്ടുവരാൻ വരുന്നു പറഞ്ഞു. ചേട്ടൻ വന്നു കൊണ്ടുവരാൻ വേണ്ടിട്ടേ. എന്നിട്ട് നമ്മൾ അവിടുന്ന് കാറി കയറിയിട്ട് ഇവളെന്നെ കണ്ടപ്പോ മുതലേ പുച്ഛം. എന്റെ അനിയത്തിയല്ലേ, വെറുതെ അല്ല, ഭയങ്കര പുച്ചവൾക്ക് എന്നോട്. അങ്ങനെ കുറച്ച് നിമിഷത്തിന് ശേഷം നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാവരും ഉണ്ട്, നമ്മുടെ എല്ലാ റിലേറ്റീവ്സും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ അനിയത്തിയും കൂടെ ഒന്ന് സൈഡ് ആക്കിയിട്ട് അവള് ബിസ്ക്കറ്റ് തിന്നോണ്ടിരിക്കുന്നു. ഒരു കഷ്ണം ചോദിച്ചിട്ട് തരണില്ല, കുറെ നേരം വലിച്ചു നോക്കിയിട്ട് തരണില്ല. എന്നിട്ട് പിന്നെ കൊച്ചല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിട്ട് കളഞ്ഞു. ഇല്ലെങ്കിൽ അവിടെ ഒരു ചോരപ്പുഴ ഒഴിയാനേ. എല്ലാ പിള്ളേരും ഓൺ ദ വൈബാട്ടെ. എല്ലാരും കൂടത്തോടെ കിട്ടിയപ്പോ എല്ലാരും കളിയും തമാശയൊക്കെയാണ്. ഇവളെന്ത് ഇങ്ങനെ വരണ്ട, എന്തിട്ട് പറ്റിയെന്ന് അറിയില്ലട്ടോ. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കണേ. സദ്യ കഴിഞ്ഞിട്ടാണ് പായസം കുടിക്കേണ്ടത്. എന്റെ അമ്മ സദ്യക്ക് മുന്നേ പായസം കുടിക്കണേ. ഏത് വൈബ്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് സദ്യ കിട്ടിയിട്ട് മദ്യം മറന്നങ്ങോട്ട് കഴിച്ചു. വെറുതെ വിടാനോ അതെന്നോടോ നടക്കില്ല. അത് അലമാരുടെ മുകളിലാ പാവകളൊക്കെ ഇരിക്കണേ, അതും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട്. എന്തിട്ട് അവരുടെ സെറ്റപ്പ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ സമയമായി. അപ്പൊ ഞാനും എന്റെ അനിയത്തി കൊണ്ട് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള വണ്ടി വന്നിട്ട് അവളെ നോക്കിയപ്പോൾ അവൾക്ക് വീണ്ടും എന്നോട് ഒരു പുച്ഛം. എന്തിട്ട് പുച്ഛം. വയറ് നിറച്ച് സദ്യ കഴിച്ചോണ്ടേ വയറങ്ങോട്ട് നിറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് സൈഡായിട്ടാ വണ്ടിയിലിരുന്ന്. അതും കഴിഞ്ഞപ്പോ കുറച്ച് കഴിയുമ്പോ അങ്കമാലി വന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ബസ് കയറി ചാലക്കുടി ചെന്നിട്ട് വേണം അടുത്ത പരിപാടി പിടിക്കാൻ. അങ്ങനെ പിന്നെ ചാലക്കുടി ചെന്നപ്പോ തന്നെ നമ്മൾ കാവുങ്ങല്ല് കയറി പച്ചക്കറി മേടിക്കാനാണ്. നമുക്ക് മെയിൻ സാധനം പച്ചക്കറിയാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് എപ്പോഴും മേടിക്കാറ്. അമ്മ അവിടെ ഇരുന്നും കിടന്നൊക്കെയാണ് ഉള്ളി വെറുക്കണേ. പിന്നെ ഉജാലയുടെ പുതിയ കണ്ടീഷണർ ഇറങ്ങി. നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചു. പിന്നെ ബ്രഷ് മേടിച്ചിട്ടേ പല്ലേക്കാൻ വേണ്ടിയിട്ട്, മര്യാദക്കൊക്കെ പല്ലേക്കണ്ടേ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് എവിടെയാ നമ്മുടെ മോഡിയിൽ. വേറെ എവിടെ പോവാനാ നമുക്ക് ചായ കുടിക്കാൻ. ഒരു ഉഴുന്നവടയും പിന്നെ ഒരു ചായയും. ഇവിടെ വന്നാൽ അത് മാത്രമാണ് ഞാൻ കഴിക്കല്. എന്നിട്ട് ചെയ്യാ, വയറ് നിറച്ച് സദ്യ കഴിച്ചിട്ട് വന്നു. ചാലക്കുടി എത്തിയപ്പോഴേക്കും വിശന്ന് തുടങ്ങി. വിശപ്പിന്റെ അസുഖം കൂടി തുടങ്ങി തോന്നുന്നുണ്ട്. ഈ വലിയ കയറ്റം കയറിയിട്ടാണ് വീടെത്താൻ വേണ്ടി. അതിനിടയിൽ നമ്മളൊരു പാലും മേടിച്ചിട്ടാ. എന്നിട്ട് ഞാൻ അമ്മ വീടെത്തി. അപ്പൊ ഓക്കെ ബൈ.